നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഐശ്വര്യത്തിൽ മനഃപൂർവ്വം ഞങ്ങളെ ദ്രോഹിക്കാൻ ചെയ്യുന്ന എന്താ ചെയ്യാ? ഇവന്റെ ഭാര്യ കുടുംബം തകർക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു. അമ്മ അവളെ പുറത്താക്കി. ഭാര്യയുടെ വാക്കും കേട്ട് കൂടെ ഇറങ്ങിപ്പോയി ഇവനും. കോട്ടും ടൈയും ഒക്കെ കെട്ടി കാറില് അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഇവനിപ്പോ കണ്ടില്ലേ പച്ചക്കറി വിതരണം. എന്താ വയ്യോണ്ടിരിക്കുന്നേ? എന്തുപറ്റി? താൻ പറഞ്ഞതാ ഒടുവിൽ സത്യയെ. ബൾക്കായി നമ്മൾ കൊടുത്ത ആ പച്ചക്കറിയുടെ ക്യാഷ് ഇനി കിട്ടില്ല. ക്യാഷ് കിട്ടില്ലേ? എന്താ സാറി പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഐശ്വര്യടുത്തി മനഃപൂർവ്വം നമ്മളെ ചതിച്ചതാണെന്നാ തോന്നുന്നത്. ഐശ്വര്യടുത്തിയോ? അതെ, പച്ചക്കറി ബൾക്കായി ഓർഡർ ചെയ്ത ആളെ നമ്മുടെ കടയിലേക്ക് ഐശ്വര്യടുത്തി പറഞ്ഞു വിട്ടതാ. ഐശ്വര്യടുത്തിയുടെ പുതിയ പരിഷ്കാരമാണെന്ന് തോന്നുന്നു. കമ്പനി സ്റ്റാഫിനെല്ലാം വേണ്ടി പുതിയ മെസ്സ് തുടങ്ങി. ആളെ വിട്ട് പച്ചക്കറി ഓർഡർ ചെയ്തത് ആ മെസ്സിന് വേണ്ടിയാ. ആ ഒരു മെസ്സിന് വേണ്ടി ദിവസവും എന്തായാലും ഇത്രയും രൂപയുടെ പച്ചക്കറി വേണ്ട. മെസ്സിന്റെ പേര് വെറുതെ പറയുന്ന നമ്മൾ കൊടുത്തതിലെ ബാക്കി പച്ചക്കറി അവര് മറിച്ചു വിറ്റിട്ടുണ്ട്. ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന. ഇപ്പൊ തന്നെ അറിഞ്ഞത് ഭാഗ്യം. ക്യാഷ് ചോദിക്കാൻ ചെന്ന എന്നെ മെസ്സിലെ സ്റ്റാഫുകളുടെ എല്ലാം മുന്നിൽ വെച്ച് ഐശ്വര്യടുത്ത് ഇനി ആക്ഷേപിക്കാനായിട്ട് ഒന്നുമില്ല. എന്നിട്ട് തരാനുള്ള ക്യാഷ് തന്നില്ലേ? ഇപ്പൊ നിർബന്ധമായിട്ട് അവര് പറയാ പച്ചക്കറി എന്ന് സപ്ലൈ ചെയ്യണം, മാസത്തിൽ ഒരിക്കലേ പേയ്മെന്റ് ഉള്ളൂന്ന്. ഇതുവരെ കൊടുത്ത പച്ചക്കറിയില് പകുതിയിൽ കൂടുതലും ചീഞ്ഞതാണെന്നും അതിന്റെ പേയ്മെന്റും കുറയ്ക്കുമെന്ന്. ഹോൾസെയിൽ കടയിൽ നിന്നും കടമായിട്ട് അവർ പച്ചക്കറി എല്ലാം തന്നത്. 2 ദിവസത്തിലൊരിക്കൽ കണക്ക് തീർക്കണമെന്നാ അവരുടെ എഗ്രിമെന്റ്. ഇനി ഈ രൂപ കിട്ടാതെ അവരോട് എന്ത് പറയണമെന്നറിയില്ല. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവരടങ്ങിയിരിക്കില്ല. നേരെ നമ്മുടെ കടയിലേക്ക് വരും. അവരെല്ലാം ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാ. ആകെ നാണക്കേടാവും. ഐശ്വര്യടുത്തി മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ചോദിച്ചാ തരില്ല. അത് സാറ് ചോദിച്ചാ ഞാനും കൂടെ വരാം. നമുക്ക് ആ ക്യാഷ് മേടിച്ചെടുക്കാം. അതും ഇത്രയും സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് ഐശ്വര്യടുത്തി ആക്ഷേപിക്കും. അത് നാണക്കേടാ. സർ, അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരുന്ന പറ്റില്ല. ഇത് അവര് നമ്മുടെ ഉള്ള ജീവിതമാർഗം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാ. അപ്പോ നമുക്കത് മേടിച്ചെടുത്തേ പറ്റൂ. ശമയം, പ്രശ്നം വേണ്ട. നാണക്കേടാ. ഒന്നുമില്ലെന്നേ, ഞാൻ ഏറ്റു. നമുക്ക് നാളെ രാവിലെ തന്നെ മെസ്സിൽ പോണം. ഐശ്വര്യടുത്തെ കണ്ട് ക്യാഷും മേടിക്കണം. അല്ല ശമ, അത് വേണോ? ഒന്നുമില്ല സർ. സാറ് സമാധാനം ഇരിക്കുക. എല്ലാം ഞാൻ ഏറ്റു. സർ, വേറൊന്നും സാർ ചിന്തിക്കണ്ട. അതെനിക്ക് വിട്ടേക്ക്. സെക്യൂരിറ്റി ഉണ്ട്, എങ്കിലും തിരുവാഭരണം പ്രത്യേക ശ്രദ്ധ വേണ്ടതാ. വാസുദേവന്റെ ശ്രദ്ധ ഉറപ്പായിട്ടും ഉണ്ടാവണം. അതിനെന്താ പ്രസിഡന്റ്, രാത്രി ഞാനിവിടെ കാവലുണ്ടാവും. ഓ, സമാധാനായി. ആ, പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ മറ്റാരെങ്കിലും കൂടി നിർത്തണോ? വേണ്ട പ്രസിഡന്റ്, ഞാൻ നിന്നോളാം. മറ്റാരും വേണ്ട. എന്നാ ശരി.
സത്യത്തിൽ ശ്യാമ ഇങ്ങനെ പെരുമാറുമെന്ന് ഐശ്വര്യ അടുത്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒടുവിൽ അവര് നാണം കെട്ടു. അവരത് മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിയതാ. അതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വിട്ടുകളഞ്ഞേനെ. പക്ഷേ ഈ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന അഖിൽ സാറിനെ ഇനിയും ദ്രോഹിക്കാന്ന് പറഞ്ഞാ എനിക്കത് സഹിക്കില്ല. അതാ. സമയം ഇത്ര ആയല്ലോ മോളെ. വാസുവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. മോൾ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കി, എന്താ കാര്യം അറിയാലോ. ശരിയാ, അച്ഛൻ അങ്ങനെ വൈകുന്നല്ലോ. വിളിച്ചു നോക്ക്. ആ, അച്ഛനാ വിളിക്കുന്നത്. ഹലോ അച്ഛൻ, ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങിയതാ. അപ്പോഴാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വിളിച്ചേ. എന്താ അച്ഛാ വൈകുന്നേ? ക്ഷേത്രത്തിലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പൂജ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ മോളെ, ഇന്നൊരു പ്രത്യേക പൂജയുണ്ടായി. ഞാനേ ഇന്ന് വീട്ടിലോട്ട് വരത്തില്ല. ഞാനിവിടെ ക്ഷേത്രത്തിലുണ്ടാകണമെന്ന് തിരുമേനിയും പ്രസിഡന്റും പറഞ്ഞു. അതെന്താ, എന്തെങ്കിലും സ്പെഷ്യൽ ജോലിയുണ്ടോ അച്ഛന്? ആ അല്ല മോളെ, നാളെ ഏകാദശിയല്ലേ, ഭഗവാന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമാണ്. ഓ, അപ്പോ പ്രത്യേക ശ്രദ്ധ വേണം. സെക്യൂരിറ്റി മാത്രം പോരാ, ഞാനും കൂടി ഇവിടെ ഉണ്ടാവണമെന്ന് അവര് പ്രത്യേകം പറഞ്ഞു. അച്ഛാ രാത്രി ഉറക്കൊഴിഞ്ഞ് അവിടെ. ആ സാരമില്ല മോളെ, ഒരു ദിവസത്തെ കാര്യമല്ലേ. ആ പിന്നെ അമ്മയോടൊന്ന് പറഞ്ഞേരെ ഇന്ന് രാത്രി എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന്. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് കിടന്നോ, അത് പറയാനാ ഞാൻ വിളിച്ചേ. അച്ഛാ, അച്ഛൻ കഴിച്ചോ? ഓ അത് സാരമില്ല മോളെ, ഞാനിവിടെ തട്ടുകടന്നേ ദോശ വാങ്ങിച്ച് കഴിച്ചോളാം. ആ അത് വേണ്ട, ഭക്ഷണം അവിടേക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പട്ടിണി കിടക്കും, എനിക്കറിയാം. ആ വേണ്ട മോളെ. അച്ഛനൊന്നും പറയണ്ട, ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവരും, കേട്ടല്ലോ. ആ എന്റെ മോളെ അതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഓക്കെ ശരി. എന്താ മോളെ, അച്ഛൻ ഇന്ന് വരില്ലേ? വരാൻ പറ്റില്ല അമ്മേ. കണ്ണന് തിരുവാഭരണം ചാർത്തുന്ന ദിവസമല്ലേ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ അവിടെ ഉണ്ടാവണമെന്ന് തിരുമേനിക്ക് നിർബന്ധം. അവർക്ക് അച്ഛനെ വിശ്വാസമുള്ളൂ, അതാ. അമ്മ അച്ഛന് കൊടുക്കാനുള്ള ഭക്ഷണം എടുത്തു വെക്കുക. ഞാൻ അപ്പൂനെയും കൂട്ടി കൊണ്ടു കൊടുത്തിട്ട് വരാം. ഏയ് അത് വേണ്ട, അപ്പു പഠിക്കല്ലേ. അച്ഛന് ഭക്ഷണം ഞാൻ കൊണ്ടു കൊടുത്തോളാം. അയ്യോ സർ, അതൊരു ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? അമ്മേ, അച്ഛനുള്ള ഭക്ഷണം എടുത്തു വെക്കമ്മേ, ചെല്ലേ. ശരി മോനെ. സർ, ഞാൻ അപ്പൂനെയും കൂട്ടിക്കൊണ്ട് കൊടുക്കാന്നേ. സാരമില്ല, ഞാൻ കൊടുത്തോളാന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.